നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അനവധി പേർ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തെ ഉപേക്ഷിച്ച് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്ന അനുഭവം ഉണ്ട്. എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് ദൈവം വലിയവ ചെയ്തിരിക്കും. പഴയ നിയമ കാലഘട്ടത്തിൽ ദാനിയേലിന്റെ ജീവിതത്തിനകത്ത് ഒരത്ഭുതം പ്രവർത്തിച്ചു. നമുക്കെല്ലാം പരിചിതമാണ് ആ സംഭവം. സിംഹത്തിന്റെ ഗുഹയിൽ അതിൻ്റെ പല്ലുകൾക്കോ നഖത്തിനോ ദാനിയേലിനെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. അതൊരു അത്ഭുതമാണ്. വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വതന്ത്ര സഞ്ചാരം നഷ്ടപ്പെട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അറയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഗുഹയിൽ കിടക്കുന്ന സിംഹത്തിൻ്റെ കുഴിയിൽ ഒരു മനുഷ്യൻ വീണാൽ അവനെ ആ തൽക്ഷണം ഇരയാക്കുന്നതാണ് ഒരു സിംഹത്തിൻ്റെ കർത്തവ്യം എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ഭക്തന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നത്. തീയിൽ നിന്നും അവരെ മോചിതരാക്കി എന്ന് കാണാൻ കഴിയുന്നു. അവരുടെ വിശ്വാസം തീയുടെ വീര്യത്തെ, അല്ലെങ്കിൽ അതിന്റെ ബലത്തെ കെടുത്തിക്കളഞ്ഞു എന്ന് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ജീവിതത്തിനകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും സർവശക്തനായ ദൈവത്തിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെടാതിരുന്നാൽ, ഒറ്റപ്പെട്ട അനുഭവത്തിലാണെങ്കിലും എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ മാംസത്തെയും അസ്ഥിയെയും ദഹിപ്പിക്കുന്ന നിലവാരങ്ങളിലുള്ള ആ ശക്തിയേറിയ, കഠിനമേറിയ ആ തീ പോലുള്ള അനുഭവം നിന്റെ ജീവിതത്തിനകത്ത് പടർന്നാൽ നിനക്ക് ഏതൊരു ദോഷവും അനുഭവിപ്പാൻ ഇടവരാത്ത രീതിയിൽ നീ വിശ്വസിക്കുന്ന ദൈവം നാലാമനായി ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നടുവിൽ ഇറങ്ങി വന്നതുപോലെ നിന്റെ നടുവിൽ ഇറങ്ങി വരും നിശ്ചയം എന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യരോട് പറയുവാൻ കഴിയാതെ വണ്ണം വളരെ വേദനയോടെ ഞരങ്ങുന്ന ഒരനുഭവത്തിൽ ആയിരിക്കാം. പക്ഷേ മനുഷ്യനോട് പറയേണ്ട, സർവശക്തനായ ദൈവത്തോട് പറയുക. ദൈവം പ്രവർത്തിക്കും. പുതിയ നിയമകാലഘട്ടത്തിൽ വരുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ എടുത്തു പറയേണ്ട ഒരത്ഭുതമാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷാരത്തെ പോഷിപ്പിച്ചു എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ അല്പമേ ഉള്ളൂ എങ്കിലും ദൈവത്തിന് അത് പ്രശ്നമുള്ളതല്ല. നിന്റെ അല്പത്തെ വർദ്ധിപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. കാരണം ഇത് വെറുതെ ഇരുന്നവർക്ക് കിട്ടിയതല്ല. വിശന്നും ദാഹിച്ചും ഇരുന്നെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെങ്കിൽ പിറുപിറുപ്പില്ലാതെ വളരെ പ്രത്യാശയോടെ ഉറച്ച് വിശ്വാസം കാഴ്ചവയ്ക്കപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് ദൈവം ഇന്നലെ വരെ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒരത്ഭുതം ചെയ്തു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടുന്നുള്ളതായ നന്മയും സമൃദ്ധിയും കൊടുത്ത ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. അവരുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം, ആ ദൈവം ഈ തലമുറകളിലും
ഓരോരുത്തരെ നയിപ്പാൻ പ്രാർത്ഥനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ, ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ആ ക്രിസ്തുവിൻ്റെ കരുതലുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ചില ഭൗതിക അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയും. വചനത്തിൻ്റെ അടിസ്ഥാനം പറഞ്ഞ് നിന്റെ അതിരുകളെ വിശാലമാക്കും. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. അപ്പോൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, നീ ദരിദ്രനായി, അതായത് പൊടിയിൽ കിടന്നാലും നിന്നെ നിവർത്തുന്ന ഒരു കരമുണ്ട്. അത് മനുഷ്യൻ്റെ കരമല്ല, ദൈവകരം. ഒരനവധി പേര് നിന്റെ മീതെ ചവിട്ടി വിതച്ച് പോയിരിക്കാം. അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിയാതെ കിടന്നതിനെ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിവർത്തി. നിന്റെ തലമുറയാകാം, നിന്റെ മകനെ മകളെയാകാം, നിന്നെ തന്നെ ആയിരിക്കാം. പക്ഷേ അത് മനോഹരമാക്കി മാറ്റും. അനവധി പേർ മഹിമ പറയുന്ന അനുഭവസ്ഥയായി മാറ്റും. ഇത് ഇവൻ്റെ മകൻ, ഇത് അവളുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്ന ഒരു അനുഭവം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന ഒരു അനുഭവം. അവൻ അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തും എന്ന് കാണാൻ കഴിയുന്നു. ഒരത്ഭുതമാണ്. എന്നാൽ ഉയർത്തുക മാത്രമല്ല, ഉന്നതന്മാരുടെ അരികത്ത് ഇരുത്തി ആലോചന പറയുന്ന ആലോചനക്കാരുത്തിയായി നിന്റെ തലമുറയെ ദൈവം മാറ്റി. കുടുംബത്തെ ഓർത്ത്, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരെ ദൈവം നിങ്ങൾക്ക് വലിയവ ചെയ്യുവാൻ നിങ്ങളുടെ മുൻപിൽ ഉണ്ട്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതലായി ഭവിക്കട്ടെ, ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ഏത് വിഷയത്തിന് നടുവിലും എപ്പോഴും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് പ്രാരംഭമായി ഓർപ്പിക്കുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഞെരുക്കങ്ങളെന്ന് വിടുവിക്കുവാൻ, നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളെയും എടുത്തു മാറ്റുന്ന ദൈവം നിങ്ങൾക്ക് വാതിലുകളെ തുറക്കുന്നു. ദൈവം നിങ്ങൾക്ക് അതിശയങ്ങളെ തുറക്കുന്നു. കഴിഞ്ഞ നാളുകൾ ഒരു ജോലി ലഭ്യമാകാതെ ആയിരിക്കുന്നുവോ? ഈ ദിവസങ്ങളിൽ അത് ലഭ്യമാകുന്ന അനുഭവം. കഴിഞ്ഞ നാളുകളിൽ രോഗസൗഖ്യത്തിനായി കാത്തിരിക്കുന്നുവോ? ദൈവം അത് നിശ്ചയമായി ആ സൗഖ്യം നൽകുന്നു. കാരണം അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അവൻ ഏഴകളുടേതായ പ്രാർത്ഥന കേൾക്കുന്നവൻ, ഹൃദയനീർക്കത്തോടുള്ളവരുടേതായ ആ വേദന അറിയുന്ന ദൈവം. എന്ന് നിങ്ങളുടേതായ ഏത് വിഷയത്തിന് നടുവിലും പ്രവർത്തിപ്പാൻ ശക്തനായി കൂടെയുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വയ്പ്പാൻ ഓർപ്പിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം നിങ്ങളുടെ സകല വിഷയത്തിന്മേലും ഇന്ന് പകൽക്കാലം മുതൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്ന് ദൈവവചനത്താൽ ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.